എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. സുഭാഷിതം. ജ്ഞാനവും വിവേകവും പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 7-ാം അധ്യായം ആരംഭിക്കുന്നത്. 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിക്കുക. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് മാത്രമേ ദൈവഭക്തിയോടെ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും എങ്ങനെ നാം സൂക്ഷിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. വചനങ്ങളും കൽപ്പനകളും ഉള്ളിൽ സംഗ്രഹിക്കണം. കൽപ്പനകളെയും ഉപദേശത്തെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളണം. മാത്രമല്ല, വിരലിന്മേൽ അവയെ കെട്ടുകയും ഹൃദയത്തിന്റെ പലകയിൽ എഴുതുകയും ചെയ്യണം. 4-ാം വാക്യം വായിക്കുന്നത്, ജ്ഞാനത്തോടെ നീ എന്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്ക. Say to wisdom, you are my sister, and call understanding your nearest kin. മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലകളിലും അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. ബാധകമായ നിയമം പ്രമാണിക്കാത്തവരെ കുറ്റക്കാരായി കണക്കാക്കുന്നു. സകലത്തിന്റെയും ഉടയവനായ ദൈവം മനുഷ്യർ പ്രമാണിക്കേണ്ടതിന് ദൈവിക നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തോട് മോശ മുഖേന ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതേണം. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടതിന്റെ പ്രാധാന്യതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് കനാൻ ദേശമാണ്. കൽപ്പന പ്രമാണിച്ചവരെ കനാൻ ദേശത്തിൽ ദൈവം എത്തിച്ചു. അത് മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് ചെയ്ത പഴയ നിയമ ഉടമ്പടി. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യരാശിക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും പ്രമാണിക്കുന്നവർക്ക് മാത്രമേ ആ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. നാം ചിന്തിച്ച സദൃശവാക്യം 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. കീപ് മൈ കമാൻഡ്മെന്റ്സ് ആൻഡ് യു വിൽ ലിവ്. ഗാർഡ് മൈ ടീച്ചിങ്സ് ആസ് ദ ആപ്പിൾ ഓഫ് യുവർ ഐ. കണ്ണിന്റെ കൃഷ്ണമണിയെ വളരെ സുരക്ഷിതമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ നാം ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുന്നുവെങ്കിൽ നമുക്ക് ജീവൻ പ്രാപിക്കുവാൻ കഴിയും. യോഹന്നാൻ 3:36 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. യേശു കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ വചനങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപയുണ്ടാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ